Hi everybody, welcome back to my channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പവർഫുൾ സെറ്റപ്പ് ആയ ഇൻസൈഡ് ബാർ ക്യാൻഡിൽസ്റ്റിക്കിനെ കുറിച്ചാണ്. ഇൻട്രാഡേ ട്രേഡേഴ്സിനും അതേപോലെ പൊസിഷണൽ ട്രേഡേഴ്സും യൂസ് ചെയ്യുന്ന ഒരു പവർഫുൾ സെറ്റപ്പ് ആണ് ഇൻസൈഡ് ബാർ ക്യാൻഡിൽസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്താണ് ഒരു ഇൻസൈഡ് ബാർ എന്നും എങ്ങനെ ഇൻസൈഡ് ബാറിൽ ട്രേഡ് ചെയ്യണമെന്നും അതിന്റെ എക്സാമ്പിൾസും ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും കൂടി ചെയ്യുക. അപ്പം നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് എന്താണ് ഇൻസൈഡ് ബാർ എന്നാണ്. ടയർ ബാറിന്റെ ഉള്ളിൽ വരുന്ന ഒരു ക്യാൻഡിലാണ് ഇൻസൈഡ് ബാർ ക്യാൻഡിൽ എന്ന് പറയുന്നത്. അതായത് ഒരു മദർ ക്യാൻഡിലും പിന്നീട് ഫോം ചെയ്യുന്ന ക്യാൻഡിൽ എന്ന് പറയുന്നത് മദർ ക്യാൻഡിലുള്ളിൽ ഫോം ചെയ്യുന്ന ബേബി ക്യാൻഡിലും ആയിരിക്കും. ഇതെന്ന് പറയുന്നത് 2 ക്യാൻഡിൽ വെച്ച് ഫോം ചെയ്യാം, ഇല്ലെങ്കിൽ മൾട്ടിപ്പിൾ ക്യാൻഡിൽസിൽ ഫോം ചെയ്യുന്നതാണ് ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ എന്ന് പറയുന്നത്. എങ്ങനെ നമുക്കൊരു ട്രേഡിൽ എൻ്റർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻസൈഡ് ബാർ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഒരു പ്രൈസ് റേഞ്ച് എപ്പോഴും മദർ ക്യാൻഡിലിൻ്റെ ഉള്ളിലായിരിക്കും വരിക. അപ്പം നമ്മൾ ട്രേഡ് എടുക്കാൻ നേരത്ത് നമുക്ക് നോക്കേണ്ടത് എപ്പോഴാണോ ഈ മദർ ബാറിൻ്റെ വിക്ക് ക്രോസ് ചെയ്യുന്നത് അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഐദർ സെൽ അല്ലെങ്കിൽ ബൈ ചെയ്യുന്നത്. ഇപ്പം സെല്ലാണ് ചെയ്യേണ്ടത്, മദറിൻ്റെ ലോവർ വിക്കിനെ ക്രോസ് ചെയ്യുമ്പം നമ്മൾ എന്ത് ചെയ്യും, ട്രേഡ് എടുക്കും. ഇനി അതല്ല അത് ബൈ ചെയ്യുകയാണ് ചെയ്യേണ്ടതെങ്കിൽ മദർ ക്യാൻഡിലിൻ്റെ ഹൈ വിക്കിനെ ക്രോസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ കുറേ ബാക്ക് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കൂടുതൽ ഈസി ആവും. കാരണം നമുക്ക് ബേബി ക്യാൻഡിൽ ക്രോസ് ചെയ്യുമ്പോൾ തന്നെ ഇത് വാങ്ങിക്കാനായിട്ട് പറ്റും ചെറിയ ലോട്ടുകളായിട്ട്. അതിന് കൺഫർമേഷൻ കിട്ടുന്നത് എപ്പോഴായിരിക്കും, മദർ ക്യാൻഡിലിൻ്റെ വിക്കിന് ക്രോസ് ചെയ്യുമ്പോഴാണ്. ഇതെന്ന് പറയുന്നത് ഒരു പവർഫുൾ സെറ്റപ്പ് ആണെന്ന് പറയാൻ കാരണം ഇതിൻ്റെ റിസ്ക് റിവാർഡ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഹൈ പ്രോബബിലിറ്റി വിന്നിങ് ഉള്ള ഒരു ക്യാൻഡിൽ സ്ട്രാറ്റജി ആയതുകൊണ്ടാണ്. കാരണം ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എന്താണ്, വളരെ കുറവായിരിക്കും. ഇനി എപ്പോഴാണ് ഒരു ഇൻസൈഡ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഇൻസൈഡ് ബാറിൽ നമ്മൾ ട്രേഡ് ചെയ്യേണ്ടാത്തത് അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു ഇൻസൈഡ് ബാർ അല്ലെങ്കിൽ നമ്മുടെ ചാർട്ട് എന്ന് പറയുന്നത് ഒരു റേഞ്ചിലിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ഒരു റേഞ്ചിലിരിക്കുന്ന സമയത്ത് ഒരു ഇൻസൈഡ് ബാർ ഫോർമേഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ അവിടെ ഒരു ട്രേഡ് എടുക്കാനായിട്ട് പാടില്ല. നമുക്കൊരു ട്രെൻഡി മാർക്കറ്റ് അല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ചാർട്ട് പാറ്റേൺസ് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇൻസൈഡ് ബാർ ക്യാൻഡിൽ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അല്ലാതെ ഒരു മാർക്കറ്റ് ഒരു റേഞ്ചിൽ ഇരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ കൺസോളിഡേഷൻ തരുമ്പോഴോ ഇത് അത്ര സക്സസ്ഫുൾ പാറ്റേൺ അല്ല, അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ സെറ്റപ്പ് ആയിരിക്കില്ല ഇൻസൈഡ് ബാർ ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത്. അപ്പം മാർക്കറ്റ് ഒരു റേഞ്ചിൽ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ കൺസോളിഡേറ്റ് ചെയ്യുന്ന സമയത്തോ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇൻസൈഡ് ബാറിൽ നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് പാടില്ല. എവിടെ ട്രേഡ് എടുക്കാൻ പാടില്ല എന്നുണ്ടോ, ഇനി നമുക്ക് എപ്പോഴാണ് ഹൗ ടു ട്രേഡ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പം മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ട്രേഡ് എടുക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് പ്രൈസ് 10 പീരീഡ് മൂവിങ് ആവറേജിൻ്റെ റെസ്പെക്റ്റ് ആകുമ്പോഴും നമുക്ക് ട്രേഡ് എടുക്കാം. അപ്പം അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇനി നമ്മൾ പറഞ്ഞു കൺസോളിഡേഷൻ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റ് റേഞ്ചിലിരിക്കുമ്പോൾ നമുക്കത് ട്രേഡ് ചെയ്യാനായിട്ട് ഇൻസൈഡ് ബാർ എന്ന് പറയുന്നത് നല്ലൊരു സെറ്റപ്പ് അല്ല. അപ്പോൾ എപ്പോഴാണോ കൺസോളിഡേഷൻ ബ്രേക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എവിടെയാണ് ഒരു മദർ ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ഫോം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇൻസൈഡ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നതാണ് ഫസ്റ്റ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തത്. അവിടെ കൂടാതെ നെക്സ്റ്റ് ഒരു ക്യാൻഡിൽ കൂടെ ഫോം ചെയ്തിട്ടുണ്ട്. തേർഡ് ഒരു ഗ്രീൻ ക്യാൻഡിൽ ശേഷം പിന്നെ വന്നിരിക്കുന്ന റെഡ് ക്യാൻഡിൽ, അതൊരു ഇൻസൈഡ് ക്യാൻഡിലാണ്. അപ്പോൾ നമ്മളിവിടെ എൻട്രി ചെയ്യുന്നത് എപ്പോഴായിരിക്കും, ആ ഇൻസൈഡ് ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്ത് എപ്പോഴാണോ പ്രൈസ് ക്രോസ് ചെയ്യുന്നത് അപ്പോഴാണ് നമ്മൾ എന്തെടുക്കുന്നത്, നമ്മുടെ ട്രേഡ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും, ഈ ബേബി ക്യാൻഡിലിൻ്റെ വിക്ക് അല്ലെങ്കിൽ ഇൻസൈഡ് ക്യാൻഡിലിൻ്റെ വിക്കാണ് എന്ത് പറയുന്നത്, അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 10 പീരീഡ് മൂവിങ് ആവറേജ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കാം എന്നുള്ളതാണ്. ഈ 10 പീരീഡ് എന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേറ്റർ ആണ്, മൂവിങ് ആവറേജ് എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ആണ്. അത് നമുക്ക് നമ്മുടെ ചാർട്ടിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ 10 പീരീഡിൻ്റെ മൂവിങ് ആവറേജ് ഒന്നെങ്കിൽ താഴെ അല്ലെങ്കിൽ മേലെ വരുമ്പോഴാണ് എന്ത്, അല്ലാതെ ക്യാൻഡിലിനെ ക്രോസ് ഇത് വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ ട്രേഡിംഗ് സെറ്റപ്പ് നോക്കില്ല. ഐദർ 10 പീരീഡ് മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ എബോവ് ആയിരിക്കണം അല്ലെങ്കിൽ ബിലോ ആയിരിക്കണം. ഇതിലിപ്പം എബോവ് ആണ് ഈ 10 പീരീഡ് മൂവിങ് ആവറേജ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് എവിടെയാണ് ഒരു ഇൻസൈഡ് ബാർ ഉള്ളതെന്ന് ഫസ്റ്റ് കണ്ടുപിടിക്കണം.
എവിടെയാണ് ഒരു ഇൻസൈഡ് ബാർ ഫോം ചെയ്യുന്നതാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. അപ്പോൾ 10 പീരീഡ് മൂവിങ് ആവറേജ് മേലെ എബോവ് വരുവാണെങ്കിൽ നമ്മൾ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആണ് നോക്കേണ്ടത്. ഈ 10 പീരീഡ് മൂവിങ് ആവറേജ് താഴെയാണ് വരുന്നതെങ്കിൽ നമ്മൾ നോക്കുന്നത് ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. അതായത് നമ്മൾ 15 മിനിറ്റ് ടൈം ഫ്രെയിമിൻ്റെയും അതേപോലെ ഡെയിലിൻ്റെയും ടൈം ഫ്രെയിം വെച്ചിട്ടാണ് നമുക്ക് എക്സാമ്പിൾസ് നമ്മൾ നോക്കുന്നത്. ഇപ്പം 15 മിനിറ്റ് ടൈം ഫ്രെയിമാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് എന്താണ്? മദർ ക്യാൻഡിലും സെക്കൻഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ബേബി ക്യാൻഡിലുമാണ്. അപ്പം നമ്മൾ ട്രേഡ് എടുക്കാൻ നേരത്ത് ഇപ്പം നിങ്ങളൊരു പ്രാക്ടീസ് ഉള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് കൺഫർമേഷൻ ചെയ്തതിന് ശേഷം ട്രേഡ് എടുക്കാം. അല്ല നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ബേബി ക്യാൻഡിലിൻ്റെ വിക്ക് ക്രോസ് ചെയ്യുമ്പോൾ തന്നെ ചെറിയൊരു ലോട്ട് നമുക്ക് അവിടെ ചെറിയ ലോട്ട് എടുത്ത് നമുക്ക് എൻ്റർ ചെയ്യാം. അതിനുശേഷം എപ്പോഴാണോ ഈ മദർ ക്യാൻഡിലിനെ ക്രോസ് ചെയ്യുന്നത്, അതായത് എപ്പോഴാണോ ഈ ഇൻസൈഡ് ബാർ അല്ലെങ്കിൽ ഇൻസൈഡ് ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ കൺഫർമേഷൻ നമുക്ക് കിട്ടുന്നത്, അവിടെ നമ്മുടെ ട്രേഡ് നമ്മൾ എൻ്റർ ചെയ്ത് ഈ ബേബി ക്യാൻഡിലിൻ്റെ ഹൈയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബാങ്ക് നിഫ്റ്റീൻ്റെ ഒരു 15 മിനിറ്റ് ടൈം ഫ്രെയിമിലുള്ള സെപ്റ്റംബർ 15 ചാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഇതിൽ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ എന്താണ്? ഒരു മദർ ക്യാൻഡിലും സെക്കൻഡ് ക്യാൻഡിൽ ബേബി ക്യാൻഡിലാണ്. അതായത് ഫസ്റ്റ് ക്യാൻഡിൽ ഗ്രീനും സെക്കൻഡ് ക്യാൻഡിൽ റെഡും ആയിട്ട് ഫോർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴാണോ ഈ ബേബി ക്യാൻഡിലിൻ്റെ വിക്കിനെ പ്രൈസ് ക്രോസ് ചെയ്യുന്നത്, അവിടെ നമ്മൾ എന്തെടുക്കുന്നു? നമ്മുടെ ട്രേഡിൽ നമ്മൾ എൻ്റർ ചെയ്യാണ്. കുറച്ച്, അതായത് ചെറിയ ലോട്ട് സൈസ് വെച്ചിട്ട് നമ്മൾ എൻ്റർ ചെയ്യാം. അതിനുശേഷം നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നത് മദർ ക്യാൻഡിലിൻ്റെ വിക്ക് ക്രോസ് ചെയ്യുമ്പോഴാണ്. അപ്പം കൺഫർമേഷൻ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് ലോട്ടും കൂടെ നമ്മുടെ ആഡ് ചെയ്യാം. അപ്പം നമ്മൾ എൻട്രി എടുത്തു, ഒരു ട്രേഡിലേക്ക് നമ്മൾ എൻട്രി ചെയ്തു. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എവിടെ നമ്മൾ സെറ്റ് ചെയ്യണം? ബേബി ക്യാൻഡിലിൻ്റെ വിക്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ട്രേഡ് എന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് 3:15 വരെ നമുക്ക് ലാസ്റ്റ് മിനിറ്റ് വരെ നമ്മുടെ ക്യാൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഇത് വെച്ചിട്ട് നമുക്കൊരു നമ്മുടെ ടാർഗറ്റ് മീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു പ്രോഫിറ്റ് തരുന്ന നല്ലൊരു സെറ്റപ്പ് ആണെന്ന് ഈ എക്സാമ്പിളിലൂടെ നമുക്ക് ക്ലിയർ ആണ് അല്ലേ. അതേപോലെ 14th നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാം ഈ റെഡ് ക്യാൻഡിലാണ് എന്ത്? നമ്മുടെ മദർ ക്യാൻഡിൽ എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇതിൻ്റെ ബോഡിയുടെ സൈസ്, മദറിൻ്റെ ബോഡിയുടെ സൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ വിക്ക് ക്രോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. കൂടാതെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ബേബി ക്യാൻഡിലിൻ്റെ വിക്കായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ടാർഗറ്റ് മീറ്റ് ചെയ്യുന്നത് 1:2 അല്ലെങ്കിൽ 1:3 എന്നുള്ള ടാർഗറ്റ് സെറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ട്രേഡ് എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് നിങ്ങളൊരു പൊസിഷണൽ ട്രേഡറാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ഒരു ബോണസ് ആയിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേയിൽ ട്രേഡ് ചെയ്യാൻ പറ്റിയ ഒരു ചാർട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിനെ പരിചയപ്പെടുത്താണ്. ഇതെന്ന് പറയുന്നത് PG ഇലക്ട്രോപ്ലാസ്റ്റ്. അതിൻ്റെ ടൈം ഫ്രെയിം നമ്മൾ 1 ഡേ, നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമാണ് നോക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ ഓൾ ടൈം ഹൈ ക്രോസ് ചെയ്ത് നല്ലൊരു ബ്രേക്ക് തന്നിരിക്കുകയാണ്. നെക്സ്റ്റ് എന്ത് ചെയ്തു? അതിലൊരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തു, പിന്നെ ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തു, അതായത് ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഇൻസൈഡ് ബാർ ക്രോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്ലോസിങ് തരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മദർ ബാറിനെ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് കൺഫേം ചെയ്യാം ഈ സ്റ്റോക്ക് മേലോട്ടാണോ താഴോട്ടാണോ പോകുന്നതെന്ന് കൺഫേം ചെയ്യാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ നാളെ തന്നെ, അതായത് മൺഡേയിലെ നിങ്ങളുടെ ട്രേഡിൽ ഇരിക്കുമ്പോൾ ഈ PG ഇലക്ട്രോപ്ലാസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ അതിനകത്ത് എപ്പോഴാണ് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ മദർ ക്യാൻഡിനെ ക്ലോസിങ് തന്ന അവിടെ ഒരു കൺഫർമേഷൻ തരണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തീർച്ചയായിട്ടും അവിടെ ഒരു എൻട്രി എടുക്കാനായിട്ട് പറ്റും. അതായത് നിങ്ങൾക്കൊരു ലോങ് ടേം അല്ലെങ്കിൽ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ വേറൊരു സ്റ്റോക്കാണ് ബോംബെ സൂപ്പർ ഹൈബ്രിഡ് സീഡ്. ഇതും ഇതേപോലെ ഇപ്പോൾ ഓൾറെഡി ഇതിൽ ബ്രേക്ക്ഔട്ട് തന്ന ക്യാൻഡിലാണ്. ഓൾറെഡി അതിൻ്റെ സെല്ലിങ് ഇവിടെ നല്ല രീതിയിൽ അത് ബ്രേക്ക്ഔട്ട് ചെന്ന് ഇപ്പോൾ 50% മേലെ എത്തി. അപ്പോൾ ഇവിടെ ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽസ്റ്റിക് ഫോർമേഷൻ വന്നു. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ വാച്ച് ലിസ്റ്റിലിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് ബോംബെ സൂപ്പർ ഹൈബ്രിഡ് സീഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാന്ന് പറയുന്നത്
വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല, എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എത്രത്തോളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്രത്തോളം പഠിക്കുന്നു എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കൂടുതൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുക, കൂടുതൽ പഠിക്കുക, കൂടുതൽ ഏൺ ചെയ്യുക.